അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റും. ഇനി ഒരു ദുരന്തവും കൂടി കാണണമല്ലോ എന്റെ കർത്താവേ. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. മുഖത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനം എടുത്തത്. ഞങ്ങളെ രക്ഷ ആരും വരരുത്, ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. ഞാൻ വരും, ഞാൻ തിരിച്ചു വരും. എനിക്ക് അവിടുന്ന് ഒരു 2-3 എണ്ണത്തിന്റെ കൂടെ പൊക്കാനുണ്ട്, അല്ല തിരിച്ചു കൊണ്ടുവരാനുണ്ട് എന്റെ കൂടെ. ഞാൻ വരും. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. നമ്മുടെ കഥാനായികയെ ആ വെപ്പുകുടിക്കാരൻ ഇട്ടിട്ട് പോയി എന്നുള്ള ഒരു വാർത്ത കേട്ട് ഞാൻ അങ്ങ് കരിച്ചുപോയി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. 21 വയസ്സുമായി. അതിനിടയ്ക്ക് അറിയാണ്ട് ചേച്ചിയിൽ 3 കുട്ടികൾ ഉണ്ടായിന്നല്ലാതെ ഏട്ടൻ വേറൊരു തെറ്റും ചേച്ചിനോട് ചെയ്തിട്ടില്ല. മറ്റേ പരിപാടിയായി പോയി. എന്താ പോരെ മതി. ഞായറാഴ്ച അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? എനിക്ക് പറയാനുള്ളത് വളരെ നേരത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണ്. വരരുത്, പ്രത്യേകിച്ച് എന്റെ പിന്നാലെ വരരുത്. ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടി. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ അങ്ങനെ വരും. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. കഷ്ടം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നേരത്തെ മോള് പറഞ്ഞില്ലേ ഞങ്ങൾ ഈ കളി കളിക്കുന്ന കളി, ആ കളി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അളിയന് ആ സംഭവത്തിന്റെ ഇതൊക്കെ മാറി. എനിക്ക് പുള്ളിക്കാരന് മതിയായി, മനസ്സിലാവുന്നുണ്ട്. ഏത് പാപ്പി തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഈ വീട്ടുകാരെന്ന് പറയുന്നവര് വെറും ഊളന്മാരാക്കി മാറ്റരുത് നിങ്ങൾ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.